ഈ വീടുകളുടെ സൗന്ദര്യം കണ്ടോ? മനോഹരമായ ഭവനങ്ങൾ, മുറ്റത്ത് പൂന്തോട്ടം, നടുവിൽ ആംഫി തിയേറ്റർ, പ്രകൃതി കനിഞ്ഞരുളിയ ഹരിതാഭ ചുറ്റും. ഇത് ഭിന്നശേഷിക്കാരായ പെൺകുട്ടികൾക്കായി സൗജന്യമായി തണൽ പന്തിരിക്കരയിൽ നിർമ്മിച്ചു നൽകുന്ന മനോഹരമായ വീടുകളാണ്. ഭിന്നശേഷിക്കാരായ പെൺകുട്ടികളെ വളർത്താനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം മാതാപിതാക്കൾ ജീവിതം അവസാനിപ്പിക്കുന്ന നടുക്കുന്ന വാർത്തകളാണ് സുമനസുകളുടെ പിന്തുണയോടെ ഇത്തരമൊരു പ്രോജക്റ്റിന് തണലിന് പ്രേരണയായത്. പന്തിരിക്കരയിൽ ഭിന്നശേഷി പെൺകുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തണൽ സ്നേഹക്കൂടൊരുങ്ങുകയാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ സംരക്ഷിക്കപ്പെടേണ്ടവരാൽ കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നു എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് തണൽ ഇത്തരമൊരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നത്. ഉറ്റവരും ഉടയവരുമില്ലാത്ത ഭിന്നശേഷി പെൺകുട്ടികളെ തിരഞ്ഞെടുത്ത് അവരെ താമസിപ്പിക്കുന്നതിന് ഏറ്റവും മനോഹരമായ കൊച്ചു കൊച്ചു വീടുകൾ നിർമ്മിച്ച് കേരളത്തിൽ തന്നെ ഒരു പുതിയ മോഡൽ മുന്നോട്ട് വെക്കുകയാണ് ഈ പദ്ധതിയിലൂടെ തണൽ. ഇത്തരത്തിൽ നിർമ്മിച്ച 7 വീടുകളുടെ ഗൃഹപ്രവേശം നാളെ രാവിലെ മുതൽ കുറ്റ്യാടി പന്തിരിക്കരയിൽ നടക്കുകയാണ്. പേരാമ്പ്ര, കൂത്താളി, ചങ്ങരോത്ത്, കുറ്റ്യാടി, മരുതോങ്കര, വേളം, കായക്കൊടി തുടങ്ങി 12 പഞ്ചായത്തുകളിൽ നിന്നായി സുമനസുകൾ നാളെ പന്തിരിക്കരയിൽ എത്തിച്ചേരും. പൊതുസമൂഹത്തിൻ്റെ ധാരണകളെ തിരുത്തിക്കുറിക്കുന്നു എന്നതാണ് ഒരുപക്ഷെ ഭിന്നശേഷി സമൂഹത്തോടുള്ള നമ്മുടെ വീക്ഷണത്തെ യഥാർത്ഥ രൂപത്തിൽ പരുവപ്പെടുത്തുന്നു എന്നതാണ് തണൽ സ്നേഹക്കൂടിൻ്റെ സവിശേഷത എന്ന് ബോധ്യപ്പെടും. എറണാകുളം കോതമംഗലത്തെ സമീർ പൂങ്കുഴി എന്ന വലിയ മനുഷ്യസ്നേഹിയാണ് 7ഓളം വീടുകൾ ഭിന്നശേഷി കുട്ടികളെ താമസിപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. ഈ സ്വപ്നക്കൂടിൻ്റെ സ്നേഹക്കൂടിൻ്റെ ഹൃദയഭാഗത്ത് മനോഹരമായ ഒരു തുറന്ന വേദി, ആംഫി തിയേറ്റർ, അത് സംഭാവന ചെയ്യുന്നത് UAE പ്രവാസി പ്രമുഖനും പാലേരി പാറക്കടവിലെ വലിയ മനുഷ്യസ്നേഹിയുമായ കൊളക്കണ്ടത്തിൽ ജമാൽ സാഹിബാണ്. ഇതിന് തൊട്ട് താഴെ ഒരു വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ കൂടി പണിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ കുട്ടികളെ കൗതുക കാഴ്ചകളാക്കാനല്ല, മറിച്ച് സ്നേഹവും പരിചരണവും നൽകി അവരെ പ്രചോദിപ്പിച്ച് തൊഴിലിടങ്ങളിൽ ഒരു യഥാർത്ഥ മനുഷ്യനായി നിവർന്നു നിൽക്കാനുള്ള ശേഷിയാണ് അവർക്ക് തണൽ മുന്നോട്ട് വെക്കുന്നത്. ഈ വൊക്കേഷണൽ റീഹാബിലിറ്റേഷനിലൂടെ കുട്ടികൾക്ക് ജീവിക്കാനുള്ള പ്രേരണയെ ഈ സംവിധാനം ത്വരിതപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. ഈ ക്യാമ്പസിൽ കുട്ടികൾക്കായി 2.5 കോടി രൂപ ചെലവിൽ വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ കൂടി സ്ഥാപിക്കേണ്ടതുണ്ട്. അതിനുള്ള ചെറിയ തുകകൾ കയ്യിൽ കരുതിയാണ് അവർ എത്തിച്ചേരുക. ഭിന്നശേഷി സംരക്ഷണത്തിൽ പുതിയ അധ്യായങ്ങൾ രചിക്കുകയാണ് തണലും മലയോര മേഖലയിലെ ജനങ്ങളും. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.